സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പാലാവയൽ ടൗണിൽ വച്ചുപിടിപ്പിച്ച ചെടികൾ വെള്ളവും വളവും നൽകി പരിപാലിക്കുകയാണ് ഏണിച്ചാൽ സ്വദേശിയായ ജോയി കേഴപ്ലാക്കൽ. എത്ര വൈകിയാലും എല്ലാ ദിവസവും രാത്രി പാലാവയൽ ടൗൺ അടിച്ചു വൃത്തിയാക്കി ചെടികൾക്ക് വെള്ളമൊഴിച്ചിട്ടേ ജോയി വീട്ടിൽ പോകാറും. പാലാവയൽ ടൗണിലെത്തിയാൽ റോഡിനിരുവശവും പൂത്തു തളിർത്തു നിൽക്കുന്ന ചെടികൾ കാണാം. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2023 പാലാവയൽ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികൾ വച്ചുപിടിപ്പിച്ചത്. മിക്ക ടൗണുകളിലും ഇങ്ങനെ സൗന്ദര്യവൽക്കരണം നടത്താറുണ്ടെങ്കിലും പരിചരണക്കുറവ് മൂലം ചെടികളൊക്കെ നശിച്ചു പോകുന്ന കാഴ്ചകളാണ് ഏറെയും നാം കാണാറ്. എന്നാൽ ഒരു പ്രതിഫലവും കൂടാതെ എല്ലാ ദിവസവും രാത്രി ഈ ചെടികൾക്ക് വെള്ളവും വളവും നൽകി പരിപാലിക്കുന്ന ഒരാളാണ് പാലാവയൽ ഏണിച്ചാൽ സ്വദേശിയായ ജോയി കേഴപ്ലാക്കൽ. കെട്ടിട നിർമ്മാണ കരാറുകാരനായ ഇദ്ദേഹത്തെ ഇപ്പോൾ നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത് തന്നെ പാലാവയലിന്റെ സൗന്ദര്യ സംരക്ഷകൻ എന്നാണ്. തന്റെ ജോലികൾക്ക് ശേഷം എല്ലാ ദിവസവും രാത്രി ഏറെ വൈകിയാലും പാലാവയൽ ടൗൺ അടിച്ചു വൃത്തിയാക്കി ചെടികൾക്ക് വെള്ളവും ഒഴിച്ചിട്ടേ ജോയി വീട്ടിൽ പോകാറുള്ളൂ. പാലാവയൽ സ്വദേശിയും ഈസ്റ്റളേരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയുമായിരുന്ന ജോസ് പ്രകാശ് എന്ന JP ആണ് ഇത് തുടങ്ങിവെച്ചതെന്നും 2 വർഷമായി ഈ പ്രവർത്തനങ്ങൾ തുടരുന്നുവെന്നും ജോയി കേഴപ്ലാക്കൽ പറയുന്നു. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. പിന്നെ നേരത്തെ JP സാറ് ഒറ്റക്കാര്യം ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിയുടെ ആ ഒരു കൂടെ ഞാൻ പോയി സഹകരിക്കുകയും കൂടുകയും ചെയ്തു. പിന്നെ വാർഡ് മെമ്പർ പ്രശാന്ത് പാറയക്കുടിയിൽ പഞ്ചായത്തിൻ്റെ ആ ഒരു സ്കീമിൽ ഒരുപാട് ചെടിച്ചട്ടികൾ വയ്ക്കുകയും അദ്ദേഹം അത് ഓരോരുത്തരുടെ ക്ലബിൻ്റെ വകയായിട്ടും അത് ഓരോ ചെട്ടികൾ 5 ചെട്ടിയും 10 ചെട്ടിയായിട്ട് ഓരോരുത്തരുടെ സ്പോൺസർ വാങ്ങി ഒക്കെയാണ് ഇത്രയും അധികം ചെടിച്ചട്ടികളൂടെ അദ്ദേഹം സ്ഥാപിക്കുകയും ഞങ്ങൾ എല്ലാ ദിവസവും അതിന് വളവും വെള്ളവും നൽകിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വിഭാവനം ചെയ്തതുപോലെ പദ്ധതി വിജയിച്ചത് ജോയി കേഴപ്ലാക്കലിന്റെ ആത്മാർത്ഥത കൊണ്ടാണെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ പ്രശാന്ത് സെബാസ്റ്റ്യൻ പറയുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടെ അത് ചെടിച്ചട്ടികൾക്ക് സ്ഥാപിച്ചുവെങ്കിലും തുടർന്ന് കേഴപ്ലാക്കൽ ജോയി ചേട്ടൻ്റെ ഒരു എന്താ പറയണ്ടേ, നമ്മൾ എല്ലാ ദിവസവും രാത്രി 12 മണി വരെയൊക്കെ ഇത് അടിച്ച് വൃത്തിയാക്കി പോയ ചെടികളൊക്കെ പുതിയത് കൊണ്ടുവന്ന് വെച്ച് വെള്ളം ഒഴിച്ച് ദൈനംദിനം ബാക്കിയുള്ള പണികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സംരക്ഷിച്ചു പോരുന്നതുകൊണ്ടാണ് ഇപ്പോഴും പാലാവയൽ ടൗൺ ഇതേ രീതിയിൽ തന്നെ ഞങ്ങളെ ഗ്രാമപഞ്ചായത്ത് ശുചിത്വസുന്ദരമാക്കാൻ ഉദ്ദേശിച്ച ആ അർത്ഥത്തിലേക്ക് എത്തിക്കുന്നത് ജോയി ചേട്ടൻ്റെ ഇത്ര വലിയ ത്യാഗോത്മകമായ ഈ മനസ്സ് മാത്രമാണ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പലരും പുച്ഛഭാവത്തിൽ ചോദിക്കുമ്പോഴും അതിനൊന്നും ചെവി കൊടുക്കാതെ കേടുവന്ന ചെടികൾക്ക് പകരം സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്ത് പുതിയ ചെടികൾ കൂടി വാങ്ങിവെച്ച് പാലാവയലിന്റെ സൗന്ദര്യം സംരക്ഷിക്കുകയാണ് ഈ മനുഷ്യൻ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.